ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? Yes, ma'am. ഹലോ. Yes, ma'am. Yes, ma'am. Yes, ma'am. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പോൾ ടോസ് അക്കാഡമിയുടെ 2024 ജൂൺ സെഷനിലേക്കുള്ള ബാച്ചാണ് നിങ്ങൾ ഓരോരുത്തരും ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഒഫീഷ്യലായിട്ട് എല്ലാവരെയും ഒന്നുകൂടി വെൽക്കം ചെയ്യുവാണ്. ഇപ്പൊ കഴിഞ്ഞ 4 വർഷങ്ങളായി കേരളത്തിലെ ഒരു നമ്പർ 1 സ്ഥാപനം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രത്തോളം ഈ ഒരു ലിമിറ്റഡ് പീരീഡിനുള്ളിൽ തന്നെ നല്ലൊരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ ടോസ് അക്കാഡമിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ സെറ്റിനാണെങ്കിലും കേട്ടറ്റിനാണെങ്കിലും അതുപോലെ തന്നെ HSA, HSST മുതലായിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും അതിൻ്റെതായിട്ടുള്ള മികച്ച റിസൾട്ട് പ്രൊവൈഡ് ചെയ്ത ഒരു സ്ഥാപനമാണ് ടോസ് അക്കാഡമിയുടേത്. അത് മാത്രവുമല്ല, നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ജസ്റ്റ് ഒരു സെറ്റ് എക്സാം എന്നൊരു ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജോയിൻ ചെയ്തതെങ്കിൽ പോലും പിന്നീട് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്ന പലരും ഇവിടെ തന്നെ വീണ്ടും HSSTക്ക് ജോയിൻ ചെയ്യുകയും അതുപോലെ മറ്റു പല സബ്ജക്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ അല്ലെങ്കിൽ കേട്ടിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ വീണ്ടും നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുകയും അവർ ഈ കഴിഞ്ഞ PSC എക്സാംസിലൊക്കെ റാങ്കോട് കൂടി തന്നെ പാസ്സാവുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു പ്രൗഡ് മൂവ്മെന്റ് തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ നാളെ നിങ്ങളും അതുപോലെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ സെറ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷന് വേണ്ടി മാത്രം ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മേ ബി ഇനി വരാൻ പോകുന്ന കൊമേഴ്സിന്റെ HSST എക്സാംസിന് നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ വീണ്ടും ക്ലാസ്സുകൾ എടുക്കുകയും അതുവഴി വിന്നേഴ്സ് ആവുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോ നിങ്ങൾക്കറിയാം, ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് സത്യം പറഞ്ഞ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ളവര് 4 വർഷ ഡിഗ്രി കോഴ്സുകൾ കൊണ്ടുവന്നു. അതുപോലെ ഇനി ഉടനെ കേരള യൂണിവേഴ്സിറ്റിയിലും ഈ പറഞ്ഞ 4th ഇയർ കോഴ്സ് കൊണ്ടുവരും. അതുപോലെ ഇന്റഗ്രേറ്റഡ് BEd വരാൻ സാധ്യതയുണ്ട്. പിന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് സ്കൂളുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും അത് അധ്യാപകർക്കുള്ള അവസരങ്ങളായി മാറുവാണ്. അതായത് ഇനി ഭാവിയിൽ ഒരുപാട് ടീച്ചിങ് വേക്കൻസീസ് വരും, എസ്പെഷ്യലി സ്കൂളിൽ. അപ്പൊ ഇങ്ങനെ ഈ ടീച്ചിങ് വേക്കൻസീസ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് സെറ്റും BEdും അല്ലെ. അപ്പൊ സെറ്റും BEdും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഫേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ PSCയുടെ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലൂടെ ടീച്ചേഴ്സ് പോസ്റ്റ് കയറാനൊക്കെ നിങ്ങൾക്ക് വേണ്ട ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ സെറ്റ് എക്സാം എത്ര പേർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്? ഈ കഴിഞ്ഞ സെറ്റ് എക്സാം അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് മാം. ഞാനുണ്ട്. വിന്നേഴ്സ് അല്ല, അല്ലാതുള്ളവർ ഇതിനകത്ത് വിന്നേഴ്സ് ഉണ്ടല്ലേ. അപ്പൊ ഈ കഴിഞ്ഞ സെറ്റ് എക്സാമും അതിന് മുമ്പത്തെ സെറ്റ് എക്സാമും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. നമ്മുടെ എക്സാം അഡ്വാൻസ് ആയി വന്നുകൊണ്ടിരിക്കുവാണ്. ഓരോ ഇയർ കഴിയും തോറും ക്വസ്റ്റ്യൻസ് നെറ്റ് എക്സാമിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ നെറ്റ് എക്സാമിന്റെ അതേ പാറ്റേണും അതേ അഡ്വാൻസ് ആയിട്ടും വരുവാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നെറ്റ് എക്സാം പിന്നെയും ഈസി ആണെന്ന് തോന്നുന്നു. പക്ഷെ സെറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടില്ലാത്തതും സിലബസിനകത്ത് ആരും ചികഞ്ഞു പോകാത്തതുമായിട്ടുള്ള ഏരിയാസിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ഇനി നിങ്ങൾ ഒരു സെൽഫ് സ്റ്റഡി കൊണ്ട് മാത്രം നമുക്ക് സെറ്റ് ക്വാളിഫൈഡ് ആകാം എന്നുള്ളത് നമുക്ക് സാധിക്കുകയില്ല. എന്ത് വേണം, നമ്മൾ അതിൻ്റെതായിട്ടുള്ള കോച്ചിങ്, അതായത് നമുക്ക് കോച്ചിങ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റ് ക്വാളിഫൈഡ് ആകാൻ സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇതിനകത്ത് പലതരത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം. അതായത് ടൈം ഗ്യാപ്പ് വന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കാം, മേ ബി പലതരത്തിലുള്ള ജോബിന് പോകുന്നവരുണ്ടായിരിക്കും. അപ്പൊ എല്ലാ കാറ്റഗറി ഓഫ് പീപ്പിളിനെയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ ഇനി അടുത്തതായിട്ട് ഞാൻ ജിക്കി മിസ്സിനെ ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി. മിസ്സേ, കോഴ്സിൻ്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് എല്ലാവരെയും വെൽക്കം ചെയ്ത് ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നില്ല, ജലദോഷവും പനിയൊക്കെ ആയിട്ടിരിക്കുവാണ്. പിന്നെ ഇന്നത്തെ നമ്മളുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വിന്നേഴ്സാണ്. അപ്പം നമ്മൾ ഇന്നത്തെ മീറ്റിങ്ങിൽ അധികമായിട്ട് കോഴ്സിൻ്റെ കാര്യങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഗ്രൂപ്പിൽ നമ്മളല്ലാതെ തന്നെ ടീച്ചേഴ്സ് ഇട്ടോളും. ഇപ്പോൾ വിന്നേഴ്സ് നിങ്ങളോട് സംസാരിക്കും. നമ്മളുടെ സാറ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു 30 മിനിറ്റ്സേ ഉള്ളൂ. അപ്പം അതിനുള്ളിൽ നമുക്ക് വിന്നേഴ്സിനെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നേരെ നമുക്ക് വിന്നേഴ്സിലേക്ക് തന്നെ പോവാം. നമ്മുടെ വിന്നേഴ്സ് 4 പേരാണിന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. ഷിഫ, പാർവതി, ശ്രുതി, രേഷ്മ, 4 പേരും ഉണ്ടല്ലോ അല്ലേ?
ഉണ്ട് മാം. ഉണ്ട് മിസ്. ഓക്കെ, ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർസ് എന്ന് പറയുന്നത് നിങ്ങളാണ്. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾ പഠിക്കാൻ ഉപയോഗിച്ചതായിട്ടുള്ള സ്ട്രാറ്റജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റുഡൻസിനോടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അവർക്കത് ഭയങ്കര മോട്ടിവേഷണൽ ആയിരിക്കും, അതുപോലെ തന്നെ അവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. വന്നതിൽ ഒരുപാട് സന്തോഷം. ഓരോരുത്തരെയായിട്ട് വിളിക്കാം കേട്ടോ. രേഷ്മ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ആ മാം, ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, രേഷ്മ സംസാരിച്ചോ കേട്ടോ. ആ ഓക്കെ. ഞാൻ ആക്ച്വലി മെറ്റേണിറ്റി ലീവിന്റെ ഇടയിലാണ് ഈ സെറ്റ് എക്സാം വന്നപ്പം അപ്ലൈ ചെയ്തത്. അതായത് 6 months എനിക്ക് മെറ്റേണിറ്റി കിട്ടിയപ്പോൾ ആ ഒരു സമയത്ത് കുഞ്ഞാവയും കേട്ടിരിക്കുന്ന സമയത്താണ് ഇത് സെറ്റ് എഴുതാൻ നോക്കിയത്. അപ്പൊ ഞാൻ ഇതേപോലെ എന്റെ ചേച്ചിക്ക് ഓൾറെഡി ഇവിടെ ടോസ് അക്കാഡമിയിൽ തന്നെ ചേർന്നിട്ട് സെറ്റ് എക്സാം പാസ്സായി. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ടോസ് അക്കാഡമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയത്. അപ്പം ഒരു കുഞ്ഞാവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ രീതിയിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഏറ്റവും ഇതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വീക്കിലി ഇടുന്ന ക്വസ്റ്റ്യൻസ്, അതായത് എക്സാംസുകൾ, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്. ആ എല്ലാ എക്സാംസിന്റെയും ക്വസ്റ്റ്യൻസും ആൻസറും ഞാൻ രാത്രി നോട്ട് ചെയ്ത് വെക്കും. എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഞാൻ നോട്ട് ചെയ്ത് വെച്ച് അതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്. പിന്നെ അതോടൊപ്പം തന്നെ ടെലഗ്രാമിൽ ലാസ്റ്റ് ആയപ്പോൾ ടെലഗ്രാമും അങ്ങനെയുള്ള ആപ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുമായിരുന്നു. അപ്പൊ ഞാനത് നോട്ട്സ് കൂടുതൽ നോക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നോക്കിയത് ക്വസ്റ്റ്യൻ ആൻസേഴ്സും തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഇപ്പം ജിക്കി മാം ആയാലും അഖില മാം ആയാലും നമുക്ക് എല്ലാ ഇമ്പോർട്ടന്റ് ഏരിയാസ് മാത്രം ഇട്ടൊക്കെ ഇട്ട് തരും. അത് മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു. പിന്നെ ലാസ്റ്റ് ആകുമ്പം ഇപ്പൊ യൂട്യൂബിൽ തന്നെയാണെങ്കിലും ഇമ്പോർട്ടന്റ് സെഷൻസ് പെട്ടെന്ന് പഠിക്കാനുള്ള അങ്ങനെയുള്ള കുറെ ഷോർട്ട് നോട്ട്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നപ്പോൾ കൂടുതലും ഞാൻ അതാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വീക്കിലി തരുന്ന ആ എക്സാമിൻസിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ച് അതിരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്കിത് ആക്ച്വലി കിട്ടാൻ എനിക്ക് ഏറ്റവും സഹായമായിട്ട് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. ഓക്കെ, രേഷ്മ അക്കൗണ്ടിങ് പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിക്കാൻ, പ്രോബ്ലം പേപ്പേഴ്സ് പഠിക്കാൻ ഉപയോഗിച്ചതായിട്ടുള്ള ടിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടോ? പ്രോബ്ലം പേപ്പേഴ്സ് ഞാൻ അധികം അത് ഫോക്കസ് ചെയ്തില്ല. പക്ഷെ ഞാൻ അതില് ഈ ചില പ്രോബ്ലംസ് വരുമ്പോ ചില എന്താ പറയാ ഷെയർസും അങ്ങനെയുള്ള അക്കൗണ്ടിങ്ങിന്റെ ചില പ്രോബ്ലംസ് വന്നപ്പം ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു മോഡൽ അതേപടി അങ്ങനെ ഒരു മോഡല് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ആണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അല്ലാണ്ട് പ്രോബ്ലം പേപ്പർ ഞാൻ കൂടുതലും തിയറീസ് ആണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ പക്ഷെ ഞാൻ ലാസ്റ്റ് ആയപ്പോൾ എല്ലാത്തിന്റെ ഈ പ്രോബ്ലം പേപ്പറിൽ ഇപ്പം ഫോർമാറ്റ്, ഇപ്പം സബ്സ്ക്രിപ്ഷൻ അങ്ങനെയുള്ള ഒരുപാട് ഫോർമാറ്റുകൾ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ഡെറ്റേഴ്സ് അക്കൗണ്ട്, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യണതിന്റെ എല്ലാ ഫോർമാറ്റും ഞാൻ പഠിച്ചു വെച്ചു. അങ്ങനെയാണ് പ്രോബ്ലം പേപ്പേഴ്സ് ഞാൻ നോക്കിയത്. ഓക്കെ രേഷ്മ, നമ്മുടെ സ്റ്റുഡൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ സംസാരിച്ചോ. വിന്നേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങളുടെ കൺഗ്രാറ്റുലേഷൻസോ എന്തെങ്കിലും കൺവേ ചെയ്യാനുണ്ട്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇപ്പം അതിനുള്ളൊരു ടൈമാണ്. അത് കഴിഞ്ഞ് അടുത്ത വിന്നറിലേക്ക് പോവാം. Congratulations, Reshma, for achieving this. താങ്ക് യു. ഓക്കെ രേഷ്മ, വന്നതിനും സംസാരിച്ചതിനും ഒക്കെ ഒരുപാട് നന്ദി. ഇനിയും വിളിക്കും, വരണം. ഓക്കെ, വരാം. എനിക്ക് അഖില മാമിനോടും ജിക്കി മാമിനോടും ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. കാരണം എനിക്ക് ഈ സെറ്റ് എക്സാമിന്റെ ഇടയിൽ വെച്ച് എനിക്ക് ഡെങ്കു ഫീവർ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഒരു അഡ്മിറ്റ് ആയപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ തന്നായിരുന്നു. അതിനും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓക്കെ രേഷ്മ, നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടിയ വിജയം. എന്തായാലും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും വിജയം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഓക്കെ മാം, താങ്ക് യു. എല്ലാം വിചാരിച്ച പോലെ നടക്കട്ടെ. കുഞ്ഞു ബഹളം വെക്കുന്നു തോന്നുന്നു. ഓക്കെ, അടുത്ത ഷിഫ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഓക്കെ. ഷിഫയുടെ എക്സ്പീരിയൻസ് പറയാമോ?
ഓക്കെ, ഓഡിബിൾ ആണോ എല്ലാവർക്കും? അതെ. ആക്ച്വലി ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ജൂലൈയിൽ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കിന് ഞാൻ ഈ ടോസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത ടൈമിൽ ഈ ഒരു മൊമെൻ്റ്, അതായത് കഴിഞ്ഞ വിന്നേഴ്സിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിച്ചായിരുന്നു അടുത്ത പ്രാവശ്യം എനിക്കിങ്ങനെ പറ്റുമോ, ഈ വിന്നർ ആവാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു 3rd അറ്റംപ്റ്റ് ആണിത്. കഴിഞ്ഞ 2 അറ്റംപ്റ്റിലും ഞാൻ ഇപ്പോൾ ബി.എഡ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കഴിഞ്ഞ 2 അറ്റംപ്റ്റിലാണെങ്കിലും ഞാൻ വലിയ രീതിയിലൊന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പോഴേ എന്നാലും എനിക്കൊരു 4-5 മാർക്സിനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നിട്ട് കൂടി എനിക്കൊരു 4-5 മാർക്സിനൊക്കെ ആയിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഒരു കോച്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ സെറ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇപ്പോഴത്തെ പുതിയ കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു ഇൻറ്റൻഷൻ വെക്കുക, ഇത് നമ്മുടെ ലാസ്റ്റ് സെറ്റാണ്, ഇനി ഒരു സെറ്റ് ചെയ്തേണ്ട അവസ്ഥ വരത്തില്ല എന്നുള്ള ഒരു ഇത് മനസ്സിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ സെറ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലായതാണ്. അപ്പം ബി.എഡ് കഴിഞ്ഞ് എനിക്കൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നമുക്ക് കഴിഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ 4th സെം മുതൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജൂലൈ എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു 1 വീക്ക് 2 വീക്കൊക്കെ, 1 വീക്കല്ല, റിസൾട്ട് വന്നതിന് ഒരു 2 വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ടോസിൽ ജോയിൻ ചെയ്തത്. അപ്പം ഞാൻ മരിയ മിസ്സിനെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തതാണ്. അപ്പം എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു അക്കാഡമി ആയിരുന്നു ടോസ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ബെനിഫിഷ്യലായിട്ട് തോന്നിയത് വീക്കിലിയുള്ള മോക്ക് ടെസ്റ്റാണ്. നമുക്ക് ഓരോ യൂണിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് വീക്കിലി മോക്ക് ടെസ്റ്റ് ഇടും. അത് ഭയങ്കര ബെനിഫിറ്റാണ്. അതേപോലെ തന്നെ മിസ്സിൻ്റെ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നോട്ട്സ് മിസ്സ് നമ്മുടെ ക്ലാസ് കേട്ടിട്ട്, റെക്കോർഡഡ് ക്ലാസ് ആണെല്ലാം, അപ്പം ക്ലാസ്സെല്ലാം കേട്ടിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. അപ്പം ഏറ്റവും ലാസ്റ്റ് എക്സാമിൻ്റെ ടൈം ആയപ്പോൾ എനിക്ക് ഒരു ക്ലാസ് കുറച്ച് ഡ്യൂറേഷൻ കൂടുതലല്ല, ഒരു 2 hour ഉണ്ടാവും, 140 hour ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഫുൾ എല്ലാം കേൾക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം ഞാൻ മെയിനായിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കാറാണ് ചെയ്യുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു 2 ബുക്കോളം എൻ്റെ തീർന്നു തോന്നുന്നു. കാര്യം അത്രയ്ക്കധികം നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. കാര്യം നമുക്കറിയാം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കിന് ഒരു വലിയ രീതിയിൽ ഇത് വരും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ അത് ലാസ്റ്റ് എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയത് എനിക്ക് റിവിഷനാണ്. നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഡെയിലി നോക്കുമായിരുന്നു. അതായത് ഒരു ഡേയുടെ ഒരു മീൻസ് ഒരു 14 hours അല്ലെങ്കിൽ 16 hours ഞാൻ നല്ല രീതിയിൽ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നു. കാര്യം എനിക്ക് അത്രയ്ക്കധികം വാശിയുണ്ടായിരുന്നു എനിക്ക്. കാര്യം നമ്മൾ ഒരു അക്കാഡമി ജോയിൻ ചെയ്ത് പഠിക്കുകയാണ്. അപ്പം നമുക്ക് അവർക്ക് റിസൾട്ട് മേടിച്ച് കൊടുക്കണം. അതെല്ലാം നമുക്കും, കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എഴുതിയെടുക്കുന്നതാണെന്ന് തോന്നുന്നു എനിക്കിപ്പോഴും ഒരു ബെറ്റർ ഇതായിട്ട് തോന്നിയത്. കാര്യം പിന്നീടാകുമ്പോൾ നമുക്ക് ആ ഒരു ടച്ച് പോകും. ഞാൻ ഇപ്പോൾ PG കഴിഞ്ഞ് ജസ്റ്റ് B.Ed കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം PGയുടെ ആണെങ്കിലും B.Edൻ്റെ ഒക്കെ ആണെങ്കിലും നമ്മൾ പഠിച്ച ആ ഒരു കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാര്യം പഠിച്ച ആ ഒരു ഓർമ്മയിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സിൻ്റെ നോട്ട്സ് ഭയങ്കര, എനിക്ക് ജിക്കി മിസ്സിൻ്റെ ആണെങ്കിലും അഖില മിസ്സിൻ്റെ ആണെങ്കിലും നോട്ട്സൊക്കെ ഭയങ്കര രീതിയിൽ ബെനിഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ പോൾ ഇടുമായിരുന്നു ടെലിഗ്രാമിൽ. പോൾസ് ഇടുമ്പം പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞൊരു 8 വർഷം അല്ലെങ്കിൽ 7 വർഷത്തേക്ക് ഞാൻ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര രീതിയിൽ ബെനിഫിറ്റ് ആയിട്ടുണ്ട്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര രീതിയിൽ ബെനിഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. കാര്യം ഞാൻ മെയിനായിട്ട് റിവൈസ് ചെയ്യുമായിരുന്നു. എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ലാസ്റ്റ് ഒരു 1 month ഒക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മൾ കംപ്ലീറ്റ് എല്ലാം പഠിച്ചു തീർന്നിട്ട് ആ ഒരു 1-2 മാസം കാണുമല്ലോ, ആ മാസത്തിൽ നമ്മൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങൾ എത്ര വരെ പഠിച്ചോ, ഇനി പുതുതായിട്ട് പഠിക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ വലിയ രീതിയിൽ റിമൈൻഡ് ആക്കാതെ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അത് പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സക്സസ് നേടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാര്യം നമ്മൾ മനസ്സിൽ ആ ഒരു ഇൻറ്റൻഷൻ വെക്കുക, എന്തായാലും നേടിയെടുക്കും എന്നുള്ള ഒരു ഇത് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്. ഓക്കെ ഷിഫ, താങ്ക് യു. അപ്പോൾ ഷിഫ പറഞ്ഞതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ.
ഷിഫ, ആ ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് വേണം. ഇപ്പോൾ സെറ്റ് നമ്മൾ കോച്ചിങ്ങിന് വന്ന് ചേർന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ സെറ്റ് പാസ്സാകണമെന്നില്ല. ആ ഒരു ഡിറ്റർമിനേഷൻ ഫുൾ ടൈം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ മറ്റു തിരക്കുള്ളവർക്കൊന്നും ഇതുപോലെ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഷിഫ പറഞ്ഞു. അപ്പം ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. ഷോർട്ട് നോട്ട്സ് ഒക്കെ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പം എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾ കേട്ട കാര്യങ്ങൾ വീണ്ടും എഴുതുമ്പോൾ അത് നമ്മളുടെ മെമ്മറിയിലേക്ക് കുറച്ചും കൂടി പതിയാണ്. അപ്പോൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അത് നിങ്ങൾക്ക് ഫൈനൽ റിവിഷൻ്റെ ടൈമിലൊക്കെ യൂസ്ഫുൾ ആവും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ പറയുന്നതിൽ നിന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ ഷിഫയുടെ അടുത്ത്? ഓക്കെ ഷിഫ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒന്നും കൂടി അക്കാഡമിയിൽ നിന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു കേട്ടോ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു താങ്ക് യു താങ്ക് യു ഷിഫ ഫോർ ഷിഫാനയുടെ ഡിറ്റർമിനേഷന് ശരിക്കും ഒരു ക്ലാപ്പ് കൊടുക്കാവുന്നതാണ്. ബിക്കോസ് അങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിലേ എനിക്ക് തോന്നുന്നു ഈ ഒരു സെറ്റ് എക്സാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഉള്ളിലൊരു ഫയർ ഇല്ലെങ്കിൽ ഈ ക്ലാസ്സസ് കേൾക്കുന്നതിലൊന്നും നമുക്ക് കാര്യം ഉണ്ടാവില്ല. കാരണം കുറച്ച് നമ്മൾ കേട്ടിട്ട് പിന്നീട് അത് മാറി നിൽക്കും. പക്ഷെ അതൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്ത് തീർക്കണം അല്ലെങ്കിൽ എടുക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അതാണ് നല്ലത് എന്ന്. ഡിറ്റർമിനേഷൻ വേണം. സോ ആ ഡിറ്റർമിനേഷനെയാണ് ഷിഫാനയുടെ ഒരു മെയിൻ ഈ സക്സസിന് കാരണമായതുകൊണ്ട് കൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ ഷിഫ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഷിഫ നമ്മുടെ എല്ലാ വീക്ക്ലി ടെസ്റ്റും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു ഷിഫ. വീക്ക്ലി ടെസ്റ്റ് ആണെങ്കിലും മോക്ക് ടെസ്റ്റ് ആണെങ്കിലും നമ്മുടെ അക്കാഡമിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ടെസ്റ്റും കറക്റ്റ് ആയിട്ട്, ഈവൻ പോളിംഗ് ആണെങ്കിൽ പോലും ഷിഫ കറക്റ്റ് ആയിട്ട് ചെയ്യുമായിരുന്നു. അത് മാത്രമല്ല, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഓരോ സ്കോറും ടീച്ചേഴ്സിന് എനിക്കും ജിക്കും മിസ്സിന് സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരികയും ചെയ്യുമായിരുന്നു. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. നമ്മൾ തരുന്ന ക്ലാസ്സുകൾ, അതായത് ഓരോ മോക്ക് ടെസ്റ്റ് ആണെങ്കിലും വീക്ക്ലി ടെസ്റ്റ് ആണെങ്കിലും അതൊരു സെൽഫ് അസസ്മെന്റ് ആണ്. നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ വിലയിരുത്തുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇമ്പ്രൂവ്മെന്റ് ഇപ്പൊ ഞാനോ മിസ്സോ പറയുന്നതിലുപരി നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവരും ടെസ്റ്റുകൾ കറക്റ്റ് അറ്റൻഡ് ചെയ്യണം. പിന്നെ നമ്മുടെ അക്കാഡമിയിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സ് കീപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത ആളെ ഇൻവൈറ്റ് ചെയ്യാം. ഷിഫ, താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മിസ്, താങ്ക് യു. അടുത്തതായിട്ട് പാർവതി. ഹായ് മാം. ഹായ് പാർവതി. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഫസ്റ്റ് ഗുഡ് ഈവനിങ് എവരി വൺ. പിന്നെ ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് ജിക്കി മാമിനോടും അഖില മാമിനോടുമാണ്. അവരുടെ ആ മോട്ടിവേഷൻ, ഓരോ ഈ എക്സാം അടുക്കും തോറും നമുക്ക് തരുന്ന ആ ഒരു മോട്ടിവേഷൻ ഉണ്ട്. നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ വീണ്ടും പഠിക്കുക, കുഴപ്പമില്ല, സമയമുണ്ട് എന്ന് പറഞ്ഞ് അവർ തന്ന ആ ഒരു മോട്ടിവേഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ പഠിച്ച സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ, ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ട്യൂഷൻ എടുക്കും. അപ്പൊ അതെല്ലാം കഴിയുമ്പോൾ ഒരു 7:45 8 മണി എന്തായാലും ആവും. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്ന് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് ഈ സെറ്റ് എക്സാം എന്ന് പറയുന്നത് എനിക്ക് ക്രാക്ക് ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു വാശി തന്നെയായിരുന്നു. ഇതിപ്പോ ഞാൻ 5ാമത്തെ അറ്റംപ്റ്റ് ആണ് എൻ്റെത്. ആദ്യത്തെ ഒരു 3 അറ്റംപ്റ്റും 3 അറ്റംപ്റ്റും ഞാൻ അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്യാതെ പഠിച്ചത് വെച്ചിട്ട് എനിക്കറിയാം എന്നുള്ള രീതിയിൽ ഞാൻ അറ്റൻഡ് ചെയ്തതായിരുന്നു. കഴിഞ്ഞ ജൂലൈയിലാണ് ഞാൻ ടോസിൽ ജോയിൻ ചെയ്യുന്നത്. ജൂലൈയില് 23 ജൂലൈയിലെ എക്സാമിൽ എനിക്ക് 1 മാർക്കിനാണ് പെർസെൻറ്റേജിനാണ് ഈ ഒരു സെറ്റ് കിട്ടാതെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെയൊക്കെ ആയി. അതിനുശേഷം പിന്നെ വീണ്ടും സെറ്റ് എടുക്കണം, എഴുതിയെടുക്കുക എന്നുള്ളൊരു വാശിയായിട്ട് വെച്ച് ഞാൻ എല്ലാ ജോലിയും എല്ലാം മാറ്റി വെച്ച് ഞാൻ കുറെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ശരിക്കും ഇവരുടെ നോട്ട്സ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് തരുന്ന എക്സാംസ്, അതൊക്കെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അഥവാ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഞാൻ അവരുടെ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അഖില മാം പറഞ്ഞു നമുക്ക് സെൽഫ് അസസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്രത്തോളം അറിയാം, എത്രത്തോളം അറിയത്തില്ല എന്നുള്ളത് നമുക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ എക്സാംസും അതുപോലെ ഇവരുടെ നോട്ട്സ് ക്ലാസ്സസ് എല്ലാം റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്കത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഷോർട്ട് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ
ടീച്ചേഴ്സിന്റെ എക്സാംസ്, മോക്ക് ടെസ്റ്റ് ആയാലും വീക്ക്ലി ടെസ്റ്റ് ആയാലും എല്ലാം അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇപ്രാവശ്യത്തെ ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്തത്. പിന്നെ ലാസ്റ്റ് നമുക്ക് ടീച്ചേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ജിക്കി മാം എപ്പോഴും നോട്ട്സ് തരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് തരുമായിരുന്നു. അപ്പൊ അതെല്ലാം ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അക്കൗണ്ടിങ് ആണെങ്കിൽ എനിക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് അക്കൗണ്ടൻസിയാണ്. അപ്പൊ അഖില മാം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചിലതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴും അഖില മാം പറയും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. ശരിക്കും ആ ടീച്ചേഴ്സിന്റെ ഒരു സപ്പോർട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിലൊക്കെയാണ് ഞാൻ സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ട്സ്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ മുടക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ എക്സാംസ് എങ്ങനെയൊക്കെ പോയാലും എങ്ങനെയെങ്കിലും നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ടീച്ചേഴ്സ് നമുക്ക് നല്ലൊരു ടൈം തരുന്നുണ്ട്, ഒരു 1 വീക്ക് ഒക്കെ എന്തായാലും ടീച്ചേഴ്സ് തരുന്നുണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ട് ആ എക്സാമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ്, അതിൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അഥവാ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് തരുന്ന നോട്ട് നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ അടുത്ത സെറ്റ് എക്സാം ഈ വരുന്ന ജൂണിലുള്ള സെറ്റ് എക്സാം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റ് എക്സാം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു പാർവതി. പാർവതി പറഞ്ഞത് മനസ്സിലായി. ഇപ്പൊ പാർവതിയൊക്കെ വന്ന് സംസാരിക്കുന്ന പോലെ അടുത്ത തവണത്തെ ബാച്ചിൽ ഞങ്ങൾക്ക് നിങ്ങളെയൊക്കെ വിളിക്കണം, ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റുഡൻസിനെ. അപ്പം നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം, പാസ്സാകണം, അതിന് സാധിക്കട്ടെ എന്നാണ് പാർവതി പറഞ്ഞത്. അപ്പം എല്ലാവരും അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ പരിശ്രമിക്കുക. പാർവതിയും പറഞ്ഞതിലെ മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുക, അതുപോലെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക, വീക്ക്ലി ടെസ്റ്റുകളെല്ലാം തന്നെ അറ്റൻഡ് ചെയ്യുക, ക്ലാസ്സുകൾ റെഗുലറായിട്ട് കാണുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ പാർവതി, കൺഗ്രാറ്റുലേഷൻസ്, താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു മാം. താങ്ക് യു പാർവതി, താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. അപ്പോ ഇനി നമുക്കുള്ള ഒരു വിന്നർ എന്ന് പറയുന്നത് ശ്രുതിയാണ്. ശ്രുതി, ഹലോ. ശ്രുതി, ഓക്കെ, ശ്രുതി പറഞ്ഞോളൂ. ഞാൻ ഇത്രയും നേരം മറ്റുള്ള വിന്നേഴ്സ് പറഞ്ഞതൊക്കെ തന്നെയാണ് റിപ്പീറ്റഡ്ലി എനിക്കും പറയാനുള്ളത്. ഞാനും ഇതേപോലെ വർക്കിംഗ് ആണ്, ഒരു മോളുണ്ട്, അപ്പം പ്രഗ്നന്റും ആണ്. കുറെ ബുദ്ധിമുട്ടുകൾ വെച്ചിട്ടാണ് ഇത്തവണ പഠിച്ചത്. സത്യം പറഞ്ഞ അതിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആയത് വർക്കിങ്ങിന്റെ ഇടയിലും നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും വർക്ക് പ്ലേസിലായാലും കേൾക്കാൻ പാകത്തിനുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിംപ്ലിഫൈഡ് നോട്ട്സ് ആയിരുന്നു ടോസ് അക്കാഡമിയുടെ നമുക്ക് തന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നതിനിടയിലും ചിലപ്പോൾ പാർഷ്യലി അത് ശ്രദ്ധിച്ച് റിപ്പീറ്റഡ്ലി ഞാൻ ക്ലാസ്സുകളുടെ വീഡിയോസ് സെഷൻസും അതുപോലെ PPT വോയിസ് ഓവറുള്ള ക്ലാസ്സുകളും കേൾക്കാൻ ശ്രമിച്ചിരുന്നു. ടെസ്റ്റുകളും ഈ പറഞ്ഞ പോലെ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷെ എനിക്കത് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ എങ്കിലും പറ്റുന്ന ടെസ്റ്റുകളെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. മറ്റുള്ള വിന്നേഴ്സും പറഞ്ഞ സെയിം കാര്യമായിരുന്നു അത്. എനിക്കും ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ബ്രീഫായിട്ടുള്ള സിംപ്ലിഫൈഡ് ചാപ്റ്റർ വൈസ് അതുപോലെ ടോപ്പിക് വൈസ് നോട്ട്സ് ഉണ്ടായിരുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റന്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റിയിരുന്നില്ലെങ്കിലും ചെയ്യുന്നതൊക്കെയും അത് ഹെൽപ്ഫുൾ ആയിട്ട് എക്സാമിന് തോന്നിയായിരുന്നു. വീഡിയോ സെഷൻസ് ആണ് റിപ്പീറ്റഡ്ലി എനിക്ക് കേൾക്കാൻ ഹെൽപ്ഫുൾ ആയത്. അതുപോലെ ടെസ്റ്റ് പേപ്പേഴ്സ് എല്ലാവരും ടെസ്റ്റ് പേപ്പേഴ്സ് കറക്റ്റ് റെഗുലർ ആയിട്ട് ചെയ്താൽ കുറെ കൂടി ഈസി ആയിട്ടത് നെക്സ്റ്റ് ടൈം സ്റ്റുഡൻസിന് നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി ഈസി ആയിട്ടത് ക്രാക്ക് ചെയ്യാൻ പറ്റും. എൻ്റെത് ഫസ്റ്റ് ഒന്നല്ല, ഞാനത് കുറച്ചായി. പക്ഷെ എങ്കിലും എല്ലാ തവണയും ഞാനൊരു 5-6 വട്ടമായിട്ട് സെറ്റ് എഴുതുന്നു. പക്ഷെ എല്ലാ തവണയും 1, 2, 3, 4 മാർക്കുകൾക്കാണ് പോവാറ്. പക്ഷെ ഇത്തവണ ക്രാക്ക് ചെയ്തതിലും അതുപോലെ എൻ്റെ ടോസ് അക്കാഡമിയുടെ ഹെൽപ്പ് കിട്ടിയതിലും വളരെ സന്തോഷമുണ്ട്. അതിനൊരു ഫാക്ടർ ആവാൻ ടോസ് അക്കാഡമിയും കാരണമായതിൽ വളരെ താങ്ക് യു ഞാൻ പറയുന്നു എല്ലാവരോടും. ടീച്ചേഴ്സിൻ്റെ അടുത്ത് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ടീച്ചേഴ്സിന്റെ മോട്ടിവേഷൻ തന്നെയാണ്. കറക്റ്റായിട്ട് റെഗുലർ ഇന്റർവെൽസിൽ അവരെ വിളിച്ചന്വേഷിക്കാറുണ്ട് പഠിക്കുന്നുണ്ടോയെന്നും എത്രയായി പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം. ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാറുള്ളതൊക്കെയും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ടോസ് അക്കാഡമിയെ സംബന്ധിച്ചോളം.
ഏതൊരു കോച്ചിങ് ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു പോകും. എത്ര ഡിറ്റർമിനേഷൻ ഇല്ലാത്തവരും അങ്ങനെ പറയാൻ പറ്റില്ല. ഡിറ്റർമിനേഷൻ ഇല്ലാത്തവർക്ക് ഇതിൽ വരില്ല എങ്കിലും ഈ പറഞ്ഞ പോലെ ചെറിയ രീതിക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഡിസാർട്ടൻ്റ് ആവുന്ന സമയത്തായാലും ഇതുപോലെ മോട്ടിവേഷൻ കിട്ടിയാൽ അവരും പഠിച്ചു പോകും. അതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം ടീച്ചേഴ്സിന്റെ മോട്ടിവേഷൻ തന്നെയായിരുന്നു. നെക്സ്റ്റ് ടൈമും ഇതുപോലെയുള്ള സ്റ്റുഡൻസിനും പാസ്സാവാൻ പറ്റട്ടെ. ഓക്കെ ശ്രുതി, താങ്ക് യു സോ മച്ച്. വന്ന എല്ലാ വിന്നേഴ്സിനും, നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിച്ച എല്ലാ സ്റ്റുഡൻസിനും അക്കാഡമിയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നും കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുന്നു. എല്ലാവരും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇപ്പോഴത്തെ കുട്ടികൾ അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നിങ്ങളൊക്കെ നേരത്തെ വന്ന് ജോയിൻ ചെയ്തവരാണ്. ഇനി നിങ്ങൾക്ക് മുമ്പിൽ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയുള്ള സമയം കൃത്യമായിട്ട് വിനിയോഗിക്കുക. അവസാന നിമിഷം പഠിക്കാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പറ്റിയെന്ന് വരില്ല, ഒരു ഹറിബറി ആയി പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക, റെഗുലറായിട്ട് ക്ലാസ്സിൻ്റെ കൂടെ പോവുക. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഖില മിസ് പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഹലോ. ഓക്കെ, അപ്പോ ഓൾമോസ്റ്റ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്നുള്ളതും, അതുപോലെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. അതായത് വീക്ക്ലി ടെസ്റ്റും അതുപോലെ നോട്ട്സും ഷോർട്ട് നോട്ട്സും, പിന്നെ റിപ്പീറ്റ്ലി പഠിക്കുക. അതായത് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ റിപ്പീറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഇപ്പൊ പാർവതിയൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇത്ര അവർ പഠിക്കുന്നുണ്ടെന്ന്. അത്രയും അവർ പഠിച്ചത് കൊണ്ടാണ് അവർക്ക് ആ റിസൾട്ട് ഉണ്ടായത്. ഇപ്പൊ ശ്രുതി ആണെങ്കിലും അല്ലെങ്കിൽ ഷിഫയാണെങ്കിലും രേഷ്മയാണെങ്കിലും അവരുടെ 4 പേരുടെ സിറ്റുവേഷൻ 4 തരത്തിലുള്ള സിറ്റുവേഷൻ ആണ് അല്ലെ. അപ്പൊ ആ 4 സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് അവർ പഠിച്ചിട്ടും അവർ ആ ഒരു എക്സാം ക്ലിയർ ചെയ്തു. ഇപ്പം ഈ പറഞ്ഞ 4 സിറ്റുവേഷൻസിലൂടെ വരുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും അല്ലെ. അപ്പോ നാളെ പക്ഷെ നിങ്ങളായിരിക്കാം ഈ വിന്നേഴ്സ് മീറ്റിൽ ഞങ്ങൾ ഇതുപോലെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്ത് വന്ന് സംസാരിക്കുന്നത്. അപ്പോ അടുത്ത മീറ്റിംഗിൽ ഇപ്പൊ ഈ കേട്ടുകൊണ്ടിരുന്ന ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങളാവട്ടെ വിന്നേഴ്സ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ക്ലാസ്സുകളുടെ കാര്യവും അതുപോലെ നമ്മുടെ നോട്ട്സിന്റെ കാര്യങ്ങളും എല്ലാം തന്നെ വിശദമായിട്ട് നമ്മൾ വോയിസ് ആയിട്ട് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. എങ്കിലും പറയാം, നമ്മൾ ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തന്നിട്ട് കമ്മിങ് മൺഡേ നമ്മൾ വീക്ക്ലി ടെസ്റ്റ് നടത്തും. ആ വീക്കിൽ ഏതൊക്കെ പോർഷൻസ് ആണ് പഠിപ്പിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാം ആയിരിക്കും. പിന്നെ നമ്മുടെ നോട്ട്സുകൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യണം. അതൊന്നെങ്കിൽ ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിൽ കീപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിന്റ് എടുത്തോ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം നമ്മുടെ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ കഴിയുമ്പോൾ തന്നെ ഈ നോട്ട്സുകളും ഡിസപ്പിയർ ആകും. പിന്നെ ആപ്പിൽ നിന്ന് നോട്ട്സ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ PDF ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് നോട്ട്സ് ഷെയർ ചെയ്യുന്നത്. ഈവൻ നിങ്ങൾക്ക് നോട്ട്സ് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ, അതായത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ വീണ്ടും ചോദിക്കണം. ആർക്കും പേഴ്സണൽ ആയിട്ട് നമ്മൾ നോട്ട്സ് ഷെയർ ചെയ്യാറില്ല. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു പോകണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ടീച്ചേഴ്സിനോട് ചോദിക്കണം. അത് ജനറൽ പേപ്പർ ആണെങ്കിലും മെയിൻ പേപ്പർ ആണെങ്കിലും ഏത് സബ്ജക്ട്സ് ആണെങ്കിലും അങ്ങനെ തന്നെ വേണം. പിന്നെ ഈ പറയുന്ന പോലെ വീക്ക്ലി ടെസ്റ്റ് കറക്റ്റ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ, അതുപോലെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാലോ അപ്പോൾ തന്നെ ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യണം. ഇപ്പോ ഞാനും ജിക്കി മിസ്സും അവൈലബിൾ അല്ലാത്ത ടൈം ആണെങ്കിൽ പോലും നിങ്ങളുടെ മെസ്സേജസ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ റിപ്ലൈ തരും. അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും എന്ന് നിങ്ങൾ കരുതുക. ഇനി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലൂടെ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ ഭാഗമായതിൽ സന്തോഷിക്കുന്നു. ആൻഡ് താങ്ക് യു ഓൾ. മിസ്സേ, ചിക്കി മിസ്സേ, ഇപ്പോ നിർത്താം മിസ്സേ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും 1-2 പേർക്ക് സംസാരിക്കാം. ഇപ്പൊ ബിനൂഷ മാത്രമാണ് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്തോളൂ. നമ്മളുടെ വിന്നേഴ്സിൽ നിന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങളിങ്ങനെ പുറകോട്ട് മാറി നിൽക്കല്ലേ. നമ്മളൊക്കെ ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരല്ലേ. അപ്പൊ നമ്മൾ എല്ലാത്തിലും മുമ്പോട്ട് നിൽക്കേണ്ടവരാണ്. അതെ, ഇപ്പൊ നിങ്ങളുടെ സ്റ്റുഡൻസ് വിജയിച്ചാലോ, ഇപ്പൊ നിങ്ങൾ ടീച്ചേഴ്സായി കയറി ഇപ്പൊ നിങ്ങളുടെ സ്റ്റുഡൻസ് വിജയിച്ചാൽ നിങ്ങൾ അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യില്ല. അപ്പൊ നമ്മുടെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആണ്. നമ്മുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ, അവര് വിജയിക്കുന്നവരെ നമ്മൾ എപ്പോഴും, വിജയികളെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം,
അഭിനന്ദിക്കണം അല്ലെ. പ്രത്യേകിച്ചും ഈ ഒരു ടോസ് അക്കാഡമിയുടെ ഫാമിലിയിൽ ഉൾപ്പെടുന്നവരാണ് നിങ്ങൾ എല്ലാവരും. ഇതിനു മുമ്പ് പാസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഈ ഒരു ഫാമിലിയുടെ പാർട്ടാണ് അല്ലെ. ഇനി നിങ്ങളാണെങ്കിൽ ഇപ്പൊ ജോയിൻ ചെയ്ത് നിങ്ങളാണെങ്കിലും നമ്മുടെ ടോസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ പാർട്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ അവരെ കൺഗ്രാചുലേറ്റ് ചെയ്യണം. അത് നമ്മൾ പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സംസാരിക്കണേ. മിസ്സേ, ക്ലാസ്സുകൾ വരുന്നത് ഈവനിങ്ങിലായിരിക്കുമോ അപ്ലോഡ് ചെയ്യുന്നത്? ഈവനിങ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ ഓക്കെ ഡേയും നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ. മാം, ഞാൻ ഇയർ ഗ്യാപ്പുള്ള ആളാണ്. ഒത്തിരി വർഷമായി BEd കഴിഞ്ഞിട്ട്. 2 തവണ ഞാൻ എഴുതിയതാണ്, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഇപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ. ഞാനിവിടെ UAE വന്നതിന് ശേഷം ഞാൻ ഇവിടെ വർക്കിംഗ് ആണ്. അപ്പൊ സെറ്റിനെ കുറിച്ചിട്ട് അങ്ങനെ നാട്ടിൽ വരുന്ന കാര്യവും സെറ്റ് എഴുതണം എന്നുള്ള കാര്യം അങ്ങനെ മറന്നിരിക്കുകയായിരുന്നു. പക്ഷെ ഇനി നെക്സ്റ്റ് ഇയർ തൊട്ട് ഞങ്ങൾ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ ഈ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഒരു ടെൻഷൻ ഉണ്ട്, കിട്ടുമോ ഇല്ലയോ, എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. നമ്മള് ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് നികത്താൻ ദിവ്യയെ കൊണ്ടേ പറ്റുകയുള്ളൂ. ഇപ്പൊ ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റൂ അല്ലെ. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ട നോളജ് ഞങ്ങൾ തരും, അത് സ്വീകരിക്കുന്നത് ദിവ്യയാണ്. അപ്പൊ ദിവ്യ ഏത് രീതിയിലൂടെ സ്വീകരിക്കുന്ന, ഏത് രീതിയിലൂടെ പ്രിപ്പയർഡ് ആവും എന്നുള്ളത് ഗ്യാപ്പ് അതൊരു പ്രശ്നമേ അല്ല. കാരണം നമ്മുടെ അക്കാഡമിയിൽ ഇയർ ഗ്യാപ്പ് ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ ഫ്രഷർ സ്റ്റുഡൻസ് അങ്ങനെ ഒരു വ്യത്യാസമില്ല. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ഒരേ മോഡ് ഓഫ് ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ്സസ് കേൾക്കാറുണ്ട്, ഡെയിലി കേൾക്കാറുണ്ട്. നോട്ട്സ് പറഞ്ഞതുപോലെ, ഇപ്പൊ വിന്യാസ് പറഞ്ഞതുപോലെ ഷോർട്ട് നോട്ട്സ് എല്ലാം എഴുതി വെക്കാറുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് പോയിന്റ്സിന് ഓരോ മോഡ്യൂൾ വെച്ചിട്ട് ഒരു A4 ഷീറ്റിൽ കുറച്ച് നോട്ട്സ് ആക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സ് അങ്ങനെയുള്ള നോട്ട്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഒരു എന്നെ കൊണ്ട് പറ്റും, എനിക്ക് സാധിക്കാൻ പറ്റും എന്ന് പറയുന്നത്. പക്ഷേ കുട്ടികളുണ്ട്, 2 മക്കളുണ്ട്, കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ടെൻഷനാണ്. എന്നെ കൊണ്ട് പറ്റുമോ, എന്താ ചെയ്യേണ്ടതെന്ന്. പഠിക്കണം എന്നുണ്ട്, വിന്നർ ആവണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു ടെൻഷനും ഉണ്ട്, പറ്റുമോ, സാധിക്കുമോ, വിജയിക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷനും ഉണ്ട്. ഇല്ല ദിവ്യ, ഒരു പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു ഇപ്പോൾ ദിവ്യ ചേച്ചി അത് പറഞ്ഞ ആ സെയിം സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാര്യം നമ്മൾ ക്യാഷ് ചിലവാക്കി പഠിക്കുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര മോശത്തിൻ്റെ അല്ല, നമുക്ക് കാര്യം അത്രയ്ക്കധികം നമ്മളൊരു ഡിറ്റർമിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഒരു അക്കാഡമിയിൽ തന്നെ ചേരുന്നത് തന്നെ. അപ്പം നമുക്ക് എനിക്ക് ഇതിനോട് പറയാനുള്ളത്, നമ്മൾ നല്ല രീതിയിൽ മനസ്സിൽ ഉറപ്പിക്കുക, ഇത് നമ്മുടെ ലാസ്റ്റ് സെറ്റ് എക്സാം ആണ്, ഇനിയൊരു സെറ്റ് എക്സാം എഴുതത്തില്ല എന്നുള്ളൊരു വാശി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, ഉറപ്പായിട്ട് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം കുറച്ച് നാളൊരു 3 മാസം പഠിച്ച് പിന്നെ പഠിക്കാതിരിക്കുക അങ്ങനെ ചെയ്യാണ്ട് കണ്ടിന്യൂസ് ഡെയിലി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ സെറ്റ് എന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു വിധത്തിലുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ വിന്നർ തന്നെയാണ് പറഞ്ഞത് ദിവ്യ. ഒരു ടെൻഷൻ്റെയും കാര്യമില്ല. ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലിരിക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പം ടെൻഷനൊക്കെ ആദ്യം ഒഴിവാക്കി വിടുക. നമ്മുടെ മുമ്പിൽ ആവശ്യത്തിന് സമയമുണ്ട്, റെഗുലറായിട്ട് പഠിച്ചു പോയാൽ മാത്രം മതി. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക, ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. അടുത്ത ഇയറിൽ മിക്കവാറും ദിവ്യ ആയിരിക്കും വന്നിട്ട് ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ വന്നത് എന്നുള്ള രീതിയിൽ ദിവ്യയുടെ ആ ഒരു ജേർണി പറയുന്നത്. മേ ബി എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, സാധിക്കട്ടെ എന്തായാലും. ഇതേപോലെ കുട്ടികളായിരുന്നെങ്കിൽ പോലും ഞാൻ പഠിച്ചു അങ്ങനെ പറയാമോ. അല്ലാണ്ട് നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്, നമ്മൾ അങ്ങോട്ടൊന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ അറച്ച് അവിടെ നിൽക്കാനേ പറ്റുകയുള്ളൂ. അങ്ങോട്ട് വഴിയുണ്ട് അത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും. താങ്ക് യു ദിവ്യ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഉണ്ടോ സംസാരിക്കാന്? ഓക്കെ, അപ്പൊ നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ മിസ്സേ? വൈൻഡപ്പ് ചെയ്യാം മിസ്സേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അധികം സംശയങ്ങളോ ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ മിസ്സിനോ എനിക്കോ മെസ്സേജ് അയക്കാം കേട്ടോ. പിന്നെ കോമൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഗ്രൂപ്പിലിടും. പിന്നെ ഗ്രൂപ്പിലിടുന്ന വോയിസ് മെസ്സേജസ് ആണെങ്കിലും ടെക്സ്റ്റ് മെസ്സേജസ് ആണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യണം. അത് കേൾക്കാതെ വിട്ട് കളയരുത്. അതിലായിരിക്കും വരുന്ന ടെസ്റ്റുകളെ പറ്റിയും അല്ലാതെ ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ മെസ്സേജസും ടീച്ചേഴ്സിന്റെ പ്രത്യേകമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. അത് ഇഗ്നോർ ചെയ്ത് കളയരുത്.
എക്സ്ക്യൂസ് മീ അഖില മിസ്. പറഞ്ഞോടാ. മാം കഴിഞ്ഞ വീക്കില് മാമിന്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് ഇങ്ങനെ ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 3 days ജിക്കി മാമിന്റെ ക്ലാസ്സും പിന്നെ ബാക്കി 2 days അഖില മിസ്സിന്റെ ക്ലാസ്സും എന്നായിരുന്നു. ഇപ്പം അങ്ങനെ ക്ലാസ് വെക്കാതിരുന്നോണ്ട് യൂണിറ്റ് മൊത്തം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാണോ അതോ? ദിനുഷ, അതെന്നാന്ന് വെച്ചാൽ ഞാനിപ്പോൾ കൺസീവിങ് ആണ്. എനിക്കിപ്പം എൻ്റെ ഡേറ്റ് അടുത്ത് വരിക. ഈ മന്ത് ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിയുമ്പം എനിക്കൊരു 1 to 2 months എനിക്കൊരു ലീവ് വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ഫുൾ അഖില മിസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ മാക്സിമം ടോപ്പിക്സ് എടുത്ത് വിടുന്നതാണ് കേട്ടോ. ഓക്കെ മാം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ക്ലാസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇപ്പൊ ഉടനെ ഉണ്ടാവും. മിസ് ഫ്രീ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മിസ് ലീവ് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ വന്നോളാം. ഓക്കെ, അപ്പോ എനി ഡൗട്ട്സ്? ഹലോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സ്റ്റുഡൻസ്. താങ്ക് യു വിന്നേഴ്സ്.